നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ, ഒരു ഫേം എത്രത്തോളം അതിൻ്റെ മാനേജ്മെൻറ്റിന് പ്രോഫിറ്റബിലിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഒരു ഫേമിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ എന്ന് സിംപ്ലി പറയാം. The term profitability refers to the ability of a firm to earn income. ഒരു ഫേമിന് ആ ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചുള്ള ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ടു ഏൺ ഇൻകം എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി നമുക്ക് മെഷർ ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലൂടെയാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സും പഠിക്കാനുണ്ട്. അപ്പോൾ ദർ ആർ 2 types ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഫസ്റ്റ്ലി പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് നോക്കാം. സെയിൽസ് നോക്കുന്ന സമയത്ത് ദീസ് ആർ ജനറലി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ദീസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്. സെയിൽസിൻ്റെ ബേസിസിലാണ് പ്രോഫിറ്റബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ, ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിൽ വരുന്നത്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് റേഷ്യോ വിത്ത് 100. അപ്പോഴാണ് പെർസെൻറ്റേജിലാണ് ആ റേഷ്യോ എക്സ്പ്രസ് ചെയ്യാറുള്ളത് കേട്ടോ. ചില റേഷ്യോസ് മാത്രമേ നമ്മൾ എന്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ, പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് എന്ത്, ഈ ഒരു റേഷ്യോയുടെ ഇക്വേഷൻ. ഇനി നോക്കൂ, കോമ്പണൻസ് ഓഫ് ജി പി റേഷ്യോയുടെ കോമ്പണൻസ് നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും ആണ്. നെറ്റ് സെയിൽസ് ഒക്കെ ഇതിന് മുൻപുള്ള റേഷ്യോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. എന്താണ് നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ് നെറ്റ് സെയിൽസ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽസ് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്നറിയണം, നെറ്റ് സെയിൽസ് എന്താണെന്നറിയണം, ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്നറിയണം. അപ്പോൾ 3 ഫോർമുലാസാണ് ഇവിടെ ഉള്ളത്. അത് മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഗ്രോസ് സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടി ചേർന്നിട്ടുള്ളതാണ് ഗ്രോസ് സെയിൽസ്. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്നറിയണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് വേജസ് പ്ലസ് ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ജി പി റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The main objective of GP ratio are to measure the efficiency with which the firm produces its products. To measure the efficiency, അതായത് ഒരു ഫേം അതിൻ്റെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതാണ് എന്ത്, ജി പി റേഷ്യോ. അതുപോലെ ടു ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. ടു അനലൈസ് ദ റീസൺസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻ വേരിയസ് ഇയേഴ്സ്. പല വർഷങ്ങളിൽ ഒരു ഫേമിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ എന്തെല്ലാം വേരിയേഷൻസ് വന്നു എന്ന് മനസ്സിലാക്കാനും മറ്റുമൊക്കെയാണ് ഈ ജി പി റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ജി പി റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 20% മുതൽ 25% വരെയാണ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ജി പി റേഷ്യോ, ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഇൻ wholesale and retail trading concerns. It indicates the efficiency of production or trading operation. ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഓപ്പറേഷനിലുള്ള ഒരു എഫിഷ്യൻസി അതെല്ലാം മനസ്സിലാക്കുന്നത് ഈ ജി പി റേഷ്യോയിലൂടെയാണ്.
ഇനി കൊടുത്തിട്ടുള്ളത് ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ ഹൈ GP റേഷ്യോസ് കാണിക്കുന്നത് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് മാനേജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ദെൻ അടുത്തത് ഓൺ ദ അതർ ഹാൻഡ് ലോ GP റേഷ്യോ ആണെങ്കിലോ ഡേഞ്ചർ സിഗ്നലാണ്. പിന്നെ അടുത്തത് എക്സാമ്പിൾ നോക്കൂ. കമ്പ്യൂട്ട് GP റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. GP റേഷ്യോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? GP റേഷ്യോ ഈക്വൽസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക കേട്ടോ. തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെല്ലാമാണുള്ളത്? സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺസ് ഉണ്ട്, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്സ്, പർച്ചേസസ്, പിന്നെന്താ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളതാണ്. നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളതാണ്. അപ്പോൾ നെറ്റ് സെയിൽസ് നമുക്ക് അറിയണം. പ്രോബ്ലത്തിലേക്ക് നോക്കുക, നെറ്റ് സെയിൽസ് എന്നൊരു ഐറ്റം ഇല്ല, പകരം സെയിൽസും സെയിൽസ് റിട്ടേൺസും ആണ് തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് നെറ്റ് സെയിൽസ് ബൈ ഡിഡക്റ്റിംഗ് സെയിൽസ് റിട്ടേൺസ് ഫ്രം സെയിൽസ് വോളിയം. 5,12,000 മൈനസ് 10,000 ചെയ്യുന്ന സെയിൽസ് റിട്ടേൺസ് 10,000 ചെയ്യുന്ന സമയത്ത് 502,000 എന്നുള്ള എമൗണ്ട് നെറ്റ് സെയിൽസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യണം. അതിനുള്ള ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും പർച്ചേസിനോടൊപ്പം ആഡ് ചെയ്യണം. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ല. ദെൻ നെറ്റ് പർച്ചേസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം പർച്ചേസും പർച്ചേസ് റിട്ടേൺസും തന്നതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ദെൻ അങ്ങനെ ചെയ്യുന്ന സമയത്തും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടുന്നതായിരിക്കും. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി നെറ്റ് സെയിൽസും കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാം? GP റേഷ്യോ ചെയ്യാം. GP റേഷ്യോ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റും കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 1,04,00,000 ആണ്, ഡിവൈഡഡ് ബൈ 5,02,000 ആണ് എന്ത് നമ്മുടെ നെറ്റ് സെയിൽസ് വരുന്നത്. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് 20% എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കുക, 20% എന്നുള്ളത് സ്റ്റാൻഡേർഡ് റേഷ്യോ തന്നെയാണ്. അതുകൊണ്ട് ഇഫ് കമ്പനി ഗുഡ് പൊസിഷനിലാണെന്ന് പറയാം. GP റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി 100 ഓഫ് സെയിൽ the firm has earned a gross profit of 20 and the cost of goods sold will be 80. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് പറയുന്നത്? പ്രോഫിറ്റ് റേഷ്യോ ആണ്, ഫസ്റ്റ് വൺ GP റേഷ്യോ ആണ്. GP റേഷ്യോ ഷോ ചെയ്യുന്നത് ഇവിടെ 20% ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ 100 രൂപയുടെ സെയിൽ നടക്കുമ്പോഴും 20 രൂപ ഫേം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് 80 രൂപ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, അതായത് സെയിലിനുള്ള കോസ്റ്റാണ്. ഓക്കെ, then next operating ratio. Operating ratio shows the relationship between operating cost and sales. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 കോമ്പണൻസ് ആണുള്ളത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും. അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്യുന്ന സമയത്താണ് ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 75 മുതൽ 85% വരെയാണ്. ഇതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഐഡിയലായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി എന്തെല്ലാമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കോമ്പണൻസ് വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ് എക്സെട്ര. ഇത്രയുമാണ് എന്ത് ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും സെയിൽസും തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലേ. സെയിൽസ് എന്താണെന്ന്, നെറ്റ് സെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്തിനാണ് നോക്കുക? ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ജനറൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ എൻ്റർപ്രൈസ്. അതും പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ തന്നെയാണ്. ഇറ്റ് മെഷർ ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളിലുള്ള എഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ,
എത്രത്തോളം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഏൺ ചെയ്യാൻ എന്നൊക്കെ ഉള്ളതാണ് അവിടെ പറയുന്നത്. നോക്കൂ, നെറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ലോ റേഷ്യോ മോർ ഇസ് ദ എഫിഷ്യൻസി ആൻഡ് ഹയർ ഇസ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് റേഷ്യോ ചെറുതാണെങ്കിൽ, ഇവിടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 75:85 ആണ്. ദെൻ റേഷ്യോ ചെറുതാണെങ്കിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും, ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കൂടുതലായിരിക്കും. On the other hand, high operating ratio indicates the margin or meeting non-operating expenses, creating reserves and paying dividend is less. അതായത് ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്ന മാർജിനും അതേപോലെ തന്നെ ക്രിയേറ്റിംഗ് റിസർവ്സ് ആൻഡ് ഡിവിഡൻഡ്, റിസർവിനായിട്ടും ഡിവിഡൻറ്റിനുമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് അതെല്ലാം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ആണുള്ളത്. ഓക്കെ, then example 14 നോക്കാം. From the following information, calculate operating ratio. Sales returns, cost of goods sold, administrative expense, selling expense, provision for taxation. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ നോക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് മേലെ എഴുതിയിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നമുക്കറിയാം, പക്ഷേ അവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. 4,80,000 എന്നുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് എഴുതേണ്ടത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും. ഓക്കെ, ഇത് രണ്ടുമാണ് എന്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അത് എഴുതിയിട്ടുണ്ട്. 4,80,000 പ്ലസ് 45,000 പ്ലസ് 75,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് സെയിൽസും സെയിൽസ് റിട്ടേൺസും ആണ്. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആയിരിക്കും എന്ത് നെറ്റ് സെയിൽസ്. 7,60,000 minus 10,000, 7,50,000 will be the net sales. Then we have to apply these two amounts. That means net sales rupees 7,50,000 and operating cost rupees 4,80,000 plus 45,000 plus 75,000. അത് എഴുതുന്ന സമയത്ത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 80% എന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 80% എന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി 100 ഓഫ് സെയിൽ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇസ് ₹80 ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിൽ ബി 20. 100 രൂപയ്ക്ക് സെയിൽ നടന്നു കഴിഞ്ഞാൽ 80% ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും, ബാലൻസ് 20% ആയിരിക്കും എന്ത് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. then ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് എന്നുള്ളതാണ്. അതിൻ്റെ കോമ്പണൻസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണെന്നുള്ളത് വെക്കേണ്ടിയിരിക്കുന്നു. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല കൂടി അവിടെ തന്നിട്ടുണ്ട് കേട്ടോ, അതെല്ലാം വായിച്ച് മനസ്സിലാക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തിനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ റിസൾട്ട് മനസ്സിലാക്കാനാണത്. ദെൻ എക്സാമ്പിൾ 5 നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ. സെയിൽസ് ലെസ് റിട്ടേൺസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് തുടങ്ങിയതൊക്കെ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽസ് 8 lakhൽ നിന്ന് 5,60,000 അതേപോലെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മൈനസ് ചെയ്യുക. പ്രോബ്ലം നോക്കുക, അതിൻ്റെ ഫിഗേഴ്സ് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ആദ്യമായി ചെയ്യുന്നവർ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഫോർമുല പഠിച്ചതിന് ശേഷം നോക്കാം, പക്ഷെ ഫസ്റ്റായി ചെയ്യുന്ന സമയത്ത്
ആ പ്രോബ്ലം അതേപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ള ടേംസ് അതെല്ലാം മനസ്സിലാക്കി ഏത് എമൗണ്ട് ആണെന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് കണ്ടാൽ മതി. നെറ്റ് സെയിൽസ് പിന്നെ നമുക്കറിയാം എങ്ങനെ കാണേണ്ടതെന്ന്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 20% ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ 100 രൂപയുടെ സെയിൽ നടക്കുന്ന സമയത്തും 20 രൂപയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, പിന്നെ എക്സ്പെൻസ് റേഷ്യോ നോക്കൂ. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് എക്സ്പെൻസസ് എത്രമാത്രം ഒരു ഫേമിനുണ്ട്, അല്ലെങ്കിൽ നോക്കൂ, എക്സ്പെൻസ് റേഷ്യോ എക്സ്പ്രസസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസും അതേപോലെ തന്നെ മറ്റ് എക്സ്പെൻസസുകളും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഈ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ. അപ്പോൾ എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിലോ ഫിനാൻസ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ദീസ് ആർ ദ എക്സ്പെൻസ് റേഷ്യോ. ഇതും ഒന്ന് ഓർത്ത് വയ്ക്കണം. ദെൻ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, GP റേഷ്യോ കണ്ടു. GP ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ്. ദെൻ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2 തരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വെച്ചും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വെച്ചും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുലയാണ് ഉള്ളത്. ഇത് വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. 2 തരത്തിലുള്ളത് PBT ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസും PAT ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസും. ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ NP റേഷ്യോയുടെ കോമ്പണൻസ് നമുക്കറിയാം. നോക്കൂ, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കാണുന്നത്, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുന്നതിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുക എന്നുള്ളത്. അതൊന്ന് പഠിക്കണം, പഠിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുന്നതാണ്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് അതിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അപ്പോൾ കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ 5% ഐഡിയലായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 5% മുതൽ 10% വരെയാണ്. ഒരു കമ്പനിക്ക് എത്രത്തോളം അതിൻ്റെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഹയർ റേഷ്യോ ആണെങ്കിൽ ബെറ്റർ പ്രോഫിറ്റബിലിറ്റി, ലോവർ റേഷ്യോ ആണെങ്കിൽ ലോവർ പ്രോഫിറ്റബിലിറ്റി. അതുപോലെ ഹയർ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിനും നല്ല എമൗണ്ട് ആയിരിക്കും കിട്ടുക, ഷെയർ ഹോൾഡേഴ്സിന് നല്ല രീതിയിലുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടുക.